കുംഭക്കൂറിലിടുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ അര, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ദോഷങ്ങളേറെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കുംഭക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ പോകുന്നത്. പക്ഷേ ഈ ആഴ്ചയിൽ നോക്കുമ്പോൾ അവർക്ക് തുടക്കം, അതായത് ഞായർ, തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ വലിയ ഗുണം കാണുന്നുണ്ട്. പ്രത്യേകിച്ച് അവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരോ ബിസിനസ്സിൽപ്പെട്ട പങ്കാളികളോ ഒക്കെ തന്നെ ഇവരെ നല്ല രീതിയിൽ സഹായിക്കുമെന്ന് കാണുന്നു. സാമ്പത്തികമായി തന്നെ സഹായിച്ചേക്കാം, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ കൂടുതൽ സാമ്പത്തികം കിട്ടാൻ തക്കവണ്ണം അവരുടെ സഹകരണം ഉണ്ടാകാം. യാത്ര ഗുണമായി കാണുന്നു. ജീവിത പങ്കാളിയുമൊത്തുള്ള അവരുടെ ഉല്ലാസകരമായ നിമിഷങ്ങൾ ഈ ആഴ്ചയുടെ തുടക്കത്തെ 3 ദിവസങ്ങളിൽ വളരെ ആനന്ദദായകമായി കാണുന്നു. പ്രണയിനിയെയോ പ്രണയിതാവിനെയോ പരസ്പരം കാണാനുള്ള അവസരം ഉണ്ടാകുന്നു. വിവാഹവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലോ സന്തോഷകരമായ വർത്തമാനം കേൾക്കാൻ സാധിക്കുന്നു. അതെല്ലാം തന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്കത്തെ 3 ദിവസങ്ങളിൽ വളരെ ഗുണകരമാണ്. എന്നാൽ ആഴ്ചയുടെ മധ്യഭാഗത്തെ 2 ദിവസങ്ങൾ, അതായത് ബുധൻ, വ്യാഴം ദിവസങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ശാരീരികമായ അവശത കാണുന്നുണ്ട്. പ്രത്യേകിച്ചും ജലജന്യമായ രോഗങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങളൊക്കെ ഇവർക്ക് വളരെ ഗുണകരമാണ്. പിതാവുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഗുണം കാണുന്നു, അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാരുടെ തന്നെ ഉപരിപഠനാർത്ഥമോ ജോലി സംബന്ധമായ കാര്യങ്ങളിലോ വിദേശയാത്രയ്ക്കൊക്കെ അവസരം ഉണ്ടാകുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ചില നല്ല നീക്കങ്ങൾ ഈ ആഴ്ചയിൽ നിങ്ങളുടെ തെളിയുന്നതാണ്. ശുക്രൻ്റെ 10ലെ നില അവരുടെ തൊഴിൽ രംഗത്ത് കൂടുതൽ മികവ് കാണിക്കുന്നു. ബുധനും കൂടുതൽ സഹായിക്കുന്നു. അതുകൊണ്ട് കർമ്മമേഖലയും സാമ്പത്തിക മേഖലയും ഒരുപോലെ ഉയർന്നു വരുന്നതായിട്ടാണ് കാണുന്നത്. പൊതുവെ ഗുണകരം എന്ന് വിശേഷിപ്പിക്കാം കുംഭക്കൂറിന് ഈ ആഴ്ച. എന്നാലും മറക്കാതിരിക്കുക, എല്ലാ കാര്യങ്ങളിലും ഒരു തടസ്സവും അകാരണമായ മനോവ്യഥയും ഇവരെ പിന്തുടരും. വാക്ക് വളരെ സൂക്ഷിക്കുക. വിഷം ശരീരത്തിലധികം, അലർജി ശരീരത്തിലധികം ഏൽക്കാതെ നോക്കുക. തൊട്ടടുത്ത് തന്നെ രാഹുവുണ്ട്. രാഹു എന്നാൽ പാമ്പാണ്. അപ്പോൾ വിഷമാണ് തൊട്ടടുത്തുള്ളത്. അതുകൊണ്ട് വിഷം ഉള്ളിലേക്ക് എടുക്കുന്ന സ്വഭാവമുള്ളവരൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 31, 1, 2.